ജയ് സറാം. പുണ്യാത്മാക്കളെ സാദര പ്രണാമം. ഇന്ന് 1201 കർക്കിടകം 4 2026 ജൂലൈ 20 തിങ്കളാഴ്ച. ഇന്ന് നമ്മുടെ പാരായണത്തിന്റെ വരികൾ 436 വരികളാണ്. പ്രധാനപ്പെട്ട ഭാഗം അയോധ്യാകാന്ഡം ഇന്ന് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അയോധ്യാകാന്ഡം ആരംഭിക്കുന്നു. അതുപോലെ തന്നെ നാരദ രാഘവ സംവാദം, ശ്രീരാമ അഭിഷേക ആരംഭം, ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായിട്ട് ഇന്ന് ചർച്ച ചെയ്യുന്ന പാരായണ പാഠ്യ ഭാഗം. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് ബാലകാന്ഡം സമാപിക്കുമ്പോൾ ശ്രീരാമാദികൾ അയോധ്യയിലേക്ക് തിരിച്ചെത്തി സസുഖം സന്തോഷത്തോടുകൂടി ശ്രീരാമനും അതുപോലെ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരും അവരവരുടെ പത്നിമാരോടൊപ്പം സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു അവസരമുണ്ടായി. അതിനിടയിൽ രാജ്യത്തേക്ക് ഭരത ശത്രുഘ്നന്മാരെ യുദ്ധാജിത്തിന്റെ ക്ഷണപ്രകാരം അവർ അങ്ങോട്ട് യാത്ര തിരിച്ചു. അയോധ്യയിൽ ദശരഥനും 3 പത്നിമാരും ശ്രീരാമ ലക്ഷ്മണന്മാരും സന്തോഷത്തോടുകൂടി വസിക്കുന്ന ഒരു സമയത്താണ് ബാലകാന്ഡം പര്യവസാനിച്ചത്. അയോധ്യാകാന്ഡം ആരംഭിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ പറയുന്നു, താർമകൾ കൻപുള്ള തത്തയെ വരികളോ താമസശീലമകറ്റേണമാശുനി ദാമോദരൻ ചരിതാമൃതമിന്നെയും ആമോദം ഉൾക്കൊണ്ടു ചൊല്ലു സരസമായി. തത്തയോട് പറയുകയാണ്, താർമകൾക്ക് എത്രയും സ്നേഹമുള്ള തത്തയെ നീ വന്നിട്ട് ഈ രാമചരിതം, ദാമോദരന്റെ ചരിതം, മഹാവിഷ്ണുവിന്റെ ചരിതം, രാമന്റെ ചരിതം എത്രയും സന്തോഷത്തോടുകൂടി സരസമായിട്ട് ചൊല്ലിക്കേൾപ്പിച്ചാലും എന്ന് പറയുകയാണ്. ഭാർഗവന്റെ ദർപ്പം ശമിപ്പിച്ച് അയോധ്യയിലെത്തി താതനോടും നിജ മാതൃജനത്തോടും ഒക്കെ സുഖമായിട്ട് വസിക്കുന്ന ആ ഒരു കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി തുടർന്നും ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയിക്കണം എന്ന് പറയുന്നു. ഇവിടെ മഹാദേവനോട് പാർവതി ദേവി പറയുകയാണ്, രാമന്റെ ചരിത്രം എത്രത്തോളം കേട്ടാലും മതിയാവുകയില്ല, രാവും പകലും ഒഴിഞ്ഞ് ഇല്ലാതെ ഏത് സമയത്ത് കേട്ടാലും അതിന് ആനന്ദം നുകരാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ജീവിതാവസാനം വരെ രാമകഥ കേട്ടാലും ഒരു തൃപ്തി വരികയില്ല, എന്ന് വെച്ചാൽ സംതൃപ്തി ആവുകയില്ല. വീണ്ടും 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 കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം ബാക്കി നിൽക്കും. അതുകൊണ്ട് അറിയോ മഹാദേവ, എനിക്ക് ആ മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മുഴുവൻ ശ്രീരാമചരിത്രവും സന്തോഷത്തോടുകൂടി പറഞ്ഞു തന്നാലും എന്ന് പാർവതി ദേവി മഹാദേവനോട് ചോദിക്കുന്ന ഭാഗം നമുക്ക് അയോധ്യാകാന്ഡത്തിന്റെ പ്രാരംഭത്തിൽ കാണാം. അവിടെയാണ് നാരദ രാഘവ സംവാദത്തെ കുറിച്ച്, നാരദനും ശ്രീരാമചന്ദ്ര മഹാപ്രഭുവും തമ്മിലുള്ള സംവാദത്തെ കുറിച്ച് മഹാദേവൻ ആ ചരിത്രത്തിന്റെ വർണ്ണന വീണ്ടും തുടങ്ങുന്നത്. ഒരിക്കൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭു സീതാദേവിയോടൊത്ത് തന്റെ അന്തഃപുരത്തിൽ വളരെ വളരെ സന്തോഷത്തോടുകൂടി എല്ലാവിധമായിട്ടുള്ള ധർമ്മവും അനുസരിച്ചുകൊണ്ട്, ധർമ്മനീതി അനുസരിച്ചുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാരായിട്ട് സന്തോഷത്തോടുകൂടി ജീവിച്ചിരിക്കുന്ന ഒരു സമയത്ത് നാരദമുനി ശ്രീരാമന്റെ അന്തഃപുരത്തിലേക്ക് എത്തിച്ചേരുന്നു. നാരദനെ കണ്ടപ്പോൾ ശ്രീരാമനും സീതാദേവിയും വളരെ സന്തോഷത്തോടുകൂടി എഴുന്നേറ്റ് എല്ലാവിധത്തിലുള്ള ഉപചാരങ്ങളോടുകൂടിയിട്ട് നാരദനെ സ്വീകരിക്കുകയും തന്റെ അന്തഃപുരത്തിലേക്ക് ക്ഷണിക്കുകയും വേണ്ടതായിട്ട് ഉപചാരങ്ങളൊക്കെ നൽകുകയും ചെയ്തു. എന്നിട്ട് ശ്രീരാമൻ നാരദനോട് പറയുന്നു, പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ട് കാണുവാൻ അവകാശവും വന്നിത് പുണ്ടരീകോത്ഭവപുത്ര മഹാമുനെ, അല്ലയോ മഹാമുനെ, ഞാൻ പണ്ട് ചെയ്ത തപസ്സിന്റെ ഫലം കൊണ്ടാണ് എനിക്ക് അങ്ങയെ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് എന്ന് തുടങ്ങി നാരദനെ സ്തുതിക്കുകയാണ്. അതിനുശേഷം പറയുന്നു, അങ്ങ് വന്നതിന്റെ കാര്യം തീർച്ചയായിട്ടും അറിയിച്ചാലും എന്നെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് നിവർത്തിച്ചു തരും എന്നെല്ലാം പറയുകയാണ്. അങ്ങനെ പറയുമ്പോ നാരദര് പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീരാമനോട് പറയുകയാണ്, എന്തിനാണ് അല്ലയോ മഹാവിഷ്ണു അങ്ങ് എന്നെ മോഹിപ്പിക്കുന്നത്? അങ്ങ് ആരാണ് എന്ന് എനിക്കറിയാം, അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണു ആണ് എന്ന് തന്നെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് മഹാവിഷ്ണുവിനെ പ്രകീർത്തിച്ചുകൊണ്ട്, ശ്രീരാമനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒട്ടനവധി സ്തുതികൾ നാരദരൊക്കെ സ്തുതിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഭാഗം, നാരായണൻ നീ രമാദേവി ജാനകി, മാരാരിയും നീ ഉമാദേവി ജാനകി, സാരസ സംഭവനായതും നീ തവ ഭാരതീ ദേവിയാകുന്നതും ജാനകി. അതായത് മഹാവിഷ്ണു നീ തന്നെയാണ്. മഹാവിഷ്ണു നീയാണെങ്കിൽ തീർച്ചയായിട്ടും മഹാലക്ഷ്മി ഭഗവതി അത് സീതാദേവിയാണ്. മഹാദേവൻ നീയാണെങ്കിൽ പാർവതി ദേവി അത് ജാനകിയാണ്, സീതാദേവിയാണ്. ബ്രഹ്മദേവൻ നീയാണെങ്കിൽ സരസ്വതി ദേവി അത് സീതാദേവിയാണ്.
അതുപോലെ ആദിത്യൻ സൂര്യൻ അങ്ങാണെങ്കിൽ അതിന്റെ പ്രഭ സീതാദേവിയാണ്. ചന്ദ്രൻ അങ്ങാണെങ്കിൽ ആ ചന്ദ്രന്റെ കൂടെയുള്ള രോഹിണി അത് സീതാദേവിയാണ്. അതുപോലെ ഇന്ദ്രൻ അങ്ങാണെങ്കിൽ ഇന്ദ്രാണി അങ്ങാണ് സീതാദേവിയാണ്. അഗ്നി അങ്ങാണെങ്കിൽ അഗ്നിയുടെ സ്വാഹ അത് സീതാദേവിയാണ്. തുടർന്ന് ഓരോ 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 ഉപമകൾ സൂചിപ്പിച്ചിട്ട് അവസാനം പറയുന്നു, യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ തൽ സർവവുമേവതി. ഏതെല്ലാം ഈ പ്രകൃതിയിൽ പുല്ലിംഗവാചകങ്ങളുണ്ടോ അതൊക്കെ തന്നെ അല്ലയോ ശ്രീരാമ അവിടുന്നാണ്. മാത്രമല്ല ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകി ദേവിയും. ഈ ലോകത്ത് ഏതെല്ലാം സ്ത്രീലിംഗവാചകങ്ങളുണ്ടോ അതെല്ലാം തന്നെ സീതാദേവിയാണ്. നിങ്ങൾ ഇരുവരും എന്നിയെ മറ്റൊന്നും എങ്ങുമേ കണ്ടില്ല കേൾപ്പാനുമില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും അല്ലാതെ ഈ ലോകത്ത് മറ്റൊന്നിനെയും തന്നെ കാണുവാനും കേൾക്കുവാനും പോലും സാധ്യമല്ല എന്ന് പറയുന്നു. അത്തരത്തിൽ ശ്രീരാമൻ എന്ന് പറയുന്നത് ഈ പ്രകൃതിയുടെ പുരുഷനാണെന്നും അല്ലെങ്കിൽ ഈ പ്രകൃതി നിറഞ്ഞു നിൽക്കുന്ന പുരുഷസങ്കല്പമാണെന്നും പുല്ലിംഗ വാചകമാണ് എന്നും, സീതാദേവി എന്നത് ഈ പ്രകൃതിയിലെ സ്ത്രീലിംഗ വാചകമാണ് എന്നും, ഈ ലോകത്ത് ഉള്ളതെല്ലാം തന്നെ അങ്ങും അല്ലെങ്കിൽ ശ്രീരാമനും സീതാദേവിയും അല്ലാത്ത ഒന്നും തന്നെ ഈ ലോകത്തില്ല എന്നും സ്തുതിച്ചുകൊണ്ട് നാരദർ രാമനോട് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, തോൽക്കഥ നാമ ശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായവരും ക്രമാൽ ഭക്തിയും. അങ്ങയുടെ നാമം കേൾക്കുകയും ചൊല്ലുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാകും. ആ ഭക്തി കൊണ്ട് മാത്രമാണ് മോക്ഷത്തെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നാരദർ പറയുന്നു. അതേ നാരദർ പറയുകയാണ്, ത്വൽ ഭക്ത ഭൃത്യന്മാരിൽ ഏകനെന്ന് അല്പജ്ഞനാം എന്നെയും കരുതേണമേ. അങ്ങയുടെ ഭക്തന്മാരിലും ഭൃത്യന്മാരിലും ഒട്ടനവധി ഭക്തന്മാരുണ്ട്, ഒട്ടനവധി ഭൃത്യന്മാരുണ്ട്. അവരുടെ കൂട്ടത്തിലുള്ള ഏറ്റവും അറിവ് കുറഞ്ഞ ഒരു ആളായിട്ട് എന്നെ പരിഗണിച്ചുകൊണ്ട് അല്ലയോ ശ്രീരാമ എന്നെ അനുഗ്രഹിച്ചാലും എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, നിന്നുടെ പൗത്രനായി ഭക്തനായി നെയ്വിനോർ എന്നെ അനുഗ്രഹിക്കണം. നിന്റെ പുത്രനായിട്ടുള്ള എന്നെ ശ്രദ്ധിക്കണം. ശ്രീരാമചന്ദ്രനോട് നാരദർ പറയുകയാണ്, അങ്ങയുടെ പുത്രനായിട്ടുള്ള എന്നെ അനുഗ്രഹിക്കണമെന്ന്. ഇവിടെ ശ്രീരാമന്റെ പുത്രൻ എന്ന് പറയാൻ കാരണം ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മദേവൻ ഉണ്ടായിട്ടുള്ളത്. ആ ബ്രഹ്മദേവന്റെ മകനാണ് നാരദർ എന്നുള്ളത് കൊണ്ടാണ് നാരദർ ഇവിടെ പറയുന്നത്, അങ്ങയുടെ മകന്റെ മകനായിട്ടുള്ള എന്നെ അല്ലയോ ശ്രീരാമ അങ്ങ് അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ആ മുനി ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ച് പ്രാർത്ഥന ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നു, ഇപ്പോൾ ഇവിടേക്ക് ഞാൻ വന്ന കാരണം, ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം രാവണനെ കൊന്ന് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലയോ ശ്രീരാമ അങ്ങ് ഇവിടെ അവതരിച്ചിട്ടുള്ളത്. രാജ്യരക്ഷാർത്ഥം നാളെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ വരും ദിവസം അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുങ്ങി വരുന്നതായിട്ട് അറിയുന്നുണ്ട്. അങ്ങ് മനുഷ്യനായിട്ട് അവതരിച്ചു, അങ്ങ് ഈശ്വരനാണ്. പക്ഷേ അവതരിച്ചത് മനുഷ്യനായതുകൊണ്ട് മർത്യജന്മം കൊണ്ട് വിസ്മൃതനായവരും മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ വരുന്നൊരു പ്രശ്നം, തന്റെ ലക്ഷ്യം ഒരു പക്ഷെ മറന്നുപോയേക്കും. അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി അങ്ങയെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. എന്നോട് എന്റെ പിതാവ് പറഞ്ഞതനുസരിച്ച് ഞാൻ അങ്ങയെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നു. ഇത് കേട്ട് ശ്രീരാമൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടാകായതു മൂലം. ഞാൻ ഒരിക്കലും സത്യത്തെ ലംഘിക്കുകയില്ല. വന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനത് തെറ്റിക്കുകയില്ല. എന്നിട്ട് പറയുന്ന ഒരു കാര്യം വളരെ വളരെ ശ്രേഷ്ഠമായിട്ട് നാം ഓർത്തു വെക്കേണ്ട കാര്യമാണ്. കാലവിളംബനൻ എന്തിനെന്നല്ലീ മൂലം അതിനുണ്ട് അതും പറഞ്ഞിടുവാൻ. എന്തുകൊണ്ട് താമസിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ കാര്യം എനിക്കറിയാം, ഞാൻ സത്യത്തെ ലംഘിക്കുകയില്ല, എന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ കാലവിളംബനം സംഭവിച്ചിട്ടുണ്ട്, അഥവാ കാലതാമസം സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം കൂടെ ഞാൻ പറഞ്ഞു തരാം. കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനോ പരമേശ്വരൻ. കാലത്തെ അവലോകനം ചെയ്തുകൊണ്ടായിരിക്കണം മനുഷ്യൻ കാര്യസാധ്യം നേടേണ്ടത്. അതായത് കാലം അനുകൂലമാണെങ്കിൽ മാത്രമേ മനുഷ്യന് അവന് നേടേണ്ട കാര്യങ്ങളെ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കാലത്തെ അനുരൂപമാക്കുന്നതാരാ? കാലസ്വരൂപനായിട്ടുള്ള പരമേശ്വരനാണ്. കാലത്തെ അനുകൂലമാക്കുന്ന ആ പരമേശ്വരൻ കാലത്തെ അനുകൂലമാക്കി തരുമ്പോഴാണ് മനുഷ്യന്റെ കാര്യങ്ങൾ നടക്കുക എന്നർത്ഥം. ഏത് സമയമാണോ നമുക്ക് അനുകൂലമായിട്ട് വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സമയത്ത് കാര്യങ്ങൾ ചെയ്യണമെന്നൊരു സൂചന. അതോടൊപ്പം പറയുന്നു, പ്രാരബ്ധ കർമ്മ ഫലൗകക്ഷയം വരും നേരത്ത് ഒഴിഞ്ഞ് മറ്റാവതെല്ലാവർക്കുമേ. നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങൾ മുൻ ജന്മങ്ങളിൽ നിന്നും ഈ ജന്മത്തിൽ നിന്നൊക്കെ ആർജിച്ചിരിക്കുന്ന പ്രാരബ്ധങ്ങൾ ഉണ്ടാവും. ഈ പ്രാരബ്ധങ്ങൾക്ക് എപ്പോഴാണോ ക്ഷയം സംഭവിക്കുന്നത്, എപ്പോഴാണോ നമ്മുടെ പ്രാരബ്ധങ്ങൾ ഇല്ലാതായി തീരുന്നത്, ആ സമയത്താണ് നമുക്ക് എല്ലാ കാര്യവും ശുഭമായിട്ട് സംഭവിക്കുക.
അപ്പൊ പ്രാരബ്ധങ്ങൾ ഒഴിയുക എന്നുള്ള വലിയൊരു ദൗത്യമുണ്ട്. നമ്മൾ എടുത്തു ചാടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. കാലം അനുകൂലമാവണം. കാലം അനുകൂലമാവണമെങ്കിൽ നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങൾ ഇല്ലാതായി തീരണം. അങ്ങനെ പ്രാരബ്ധ കർമ്മങ്ങൾ ഇല്ലാതായി തീർന്ന് കാലം അനുകൂലമാകുമ്പോഴാണ് നമ്മൾ ഏതൊരു കാര്യവും അതിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്നാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തായാലും അതിനുശേഷം ശ്രീരാമൻ പറയുകയാണ്, നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ, നാളീക ലോചനൻ പാദങ്ങൾ തന്നാണ്. തീർച്ചയായിട്ടും നാളെ ഞാൻ വനത്തിന് പോയിരിക്കും. പിന്നെ ചതുർദശ സംവത്സരം, പിന്നീട് 14 വർഷം ഞാൻ വനത്തിൽ താമസിച്ച് മുനിവേഷത്തോടുകൂടി ഞാൻ വനത്തിൽ താമസിക്കും. അത് കഴിഞ്ഞ് നിശാചര വംശത്തെയും രാവണനെയും എല്ലാവരെയും കൊന്ന്, അതെല്ലാം സീതയെ കാരണബോധയാക്കിക്കൊണ്ടാണ്. സീതയെ കാരണബോധയാക്കിക്കൊണ്ട് യാതുദാനാന്വയ നാശം വരുത്തുവാൻ സത്യം. രാവണകുല രാക്ഷസകുലത്തിനെ സീതയെ കാരണബോധയാക്കിക്കൊണ്ട് രാക്ഷസകുലത്തിനെ മുടിക്കുന്നതിന് വേണ്ടിയിട്ട് നാളെ തീർച്ചയായിട്ടും ഞാൻ വനത്തിന് പോയിരിക്കും, ഇത് സത്യം എന്ന് ശ്രീരാമൻ സത്യം ചെയ്യുകയാണ്. അത് കേട്ട് സന്തോഷത്തോടുകൂടി നാരദർ ശ്രീരാമനെ വണങ്ങി ദണ്ഡ നമസ്കാരം ചെയ്ത് തിരികെ യാത്ര ചെയ്യിക്കുന്നു. അതേസമയത്ത് ശ്രീരാമ അഭിഷേകാരംഭമാണ് അടുത്തത്. ശ്രീരാമ അഭിഷേകാരംഭം എന്നത് ഈ ഒരു ചർച്ച നടക്കുന്ന അതേ സമയത്ത് തന്നെ ദശരഥ രാജാവ് തന്റെ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠനോട് പറയുകയാണ്, പൗരജനങ്ങളും ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും മന്ത്രിമുഖ്യന്മാരും അതുപോലെ വൃത്യന്മാരും ഈ ലോകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും ശ്രീരാമനെ ഇങ്ങനെ പ്രശംസിക്കുന്നത് കേട്ടിട്ട് ഞാൻ ഒരുപാട് സന്തോഷവാനാണ്. എല്ലാവർക്കും ശ്രീരാമനോട് അതിയായിട്ടുള്ള ഭക്തിയുണ്ട്, സ്നേഹമുണ്ട്. ഞാനാണെങ്കിൽ വൃദ്ധനായി കൊണ്ടിരിക്കുന്നു. നമ്മുടെ മക്കളിൽ മൂത്തവനായ ശ്രീരാമനെ രാജ്യഭാരം ഏൽപ്പിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അല്ലയോ ഗുരുനാഥ, കുലഗുരുവായ വസിഷ്ഠനോട് പറയുകയാണ്, അല്ലയോ ഗുരുനാഥ, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങ് ഒരുക്കിയാലും. എന്തായാലും നമ്മുടെ 2 മക്കൾ, അതായത് ഭരതനും ശത്രുഘ്നും ഇവിടെ ഇല്ല. അവര് അമ്മാവനെ കാണാൻ പോയതാണ്. അവര് വരാൻ വേണ്ടി പോലും കാത്തു നിൽക്കേണ്ടതില്ല. എത്രയും പെട്ടെന്ന് ശ്രീരാമന് നാളെ തന്നെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കണം. അതിന് വേണ്ട കാര്യങ്ങൾ കുലഗുരു എന്ന നിലയ്ക്ക് അങ്ങ് ചെയ്താലും എന്ന് വസിഷ്ഠനോട് പറയുകയാണ്. വസിഷ്ഠൻ അത് കേട്ട് സന്തോഷത്തോടു കൂടിയിട്ട് സുമന്ത്രരെ വിളിച്ച് സുമന്ത്രരോട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള വ്യവസ്ഥയൊക്കെ, എന്തെല്ലാമാണ് വേണ്ടത്, അഭിഷേകത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ തയ്യാറാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്തെല്ലാമാണ് വേണ്ടത്? ഐരാവതകുലജാതനാം നാൽക്കൊമ്പനാധാർ വരയണം അലങ്കരിച്ചങ്ങനെ ദിവ്യ നാനാതീർത്ഥ വാരിപൂർണ്ണങ്ങൾ തുടങ്ങി എന്തെല്ലാമാണോ അഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങൾ, അതെല്ലാം വിശദമാക്കാനുള്ള സമയം നമുക്കില്ല. ദേവാലയങ്ങൾ തോറും ബലിപൂജകള്, ദീപാവലി തുടങ്ങി എന്തെല്ലാമാണോ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ പട്ടാഭിഷിക്തനാക്കാൻ യുവരാജാക്കാൻ വേണ്ടിയിട്ട് ഒരുക്കേണ്ടത് അതിന്റെ വലിയൊരു ചാർട്ട് വസിഷ്ഠൻ സുമന്ത്രർ കേൾപ്പിക്കുന്നു. ഇതെല്ലാം തയ്യാറാക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. അതെല്ലാം സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് സുമന്ത്രൻ അതെല്ലാം സന്തോഷത്തോടുകൂടി സ്വീകരിച്ചിട്ട് വീണ്ടും തിരിച്ച് ദണ്ഡ നമസ്കാരം ചെയ്ത് വസിഷ്ഠൻ നേരെ ശ്രീരാമന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. ശ്രീരാമന്റെ സമീപത്തേക്ക് ചെന്നപ്പോ ശ്രീരാമന്റെ മുമ്പിലേക്ക് വസിഷ്ഠൻ എത്തിയ സമയത്ത് ശ്രീരാമൻ വസിഷ്ഠനെ ദണ്ഡ നമസ്കാരം ചെയ്ത് എല്ലാവിധത്തിലുള്ള ഉപചാരങ്ങളും ചെയ്ത് തന്റെ കുലഗുരുവാണ്, ആചാര്യനാണ്, ആ ഗുരുവിനെ സ്വീകരിച്ച് ഇരുത്തുന്നു. എന്നിട്ട് പറയുന്നു, പുണ്യവാനായ നടിയൻ അതീവ കേളെന്ന് പാദോദക തീർത്ഥം ധരിക്കയാൽ. ശ്രീരാമൻ തന്റെ കുലഗുരുവിനെ വന്ദിച്ചുകൊണ്ട് പൂജിച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ഞാൻ ധന്യനായി, അങ്ങയെ കാണാൻ അങ്ങയുടെ സ്വീകരിക്കാൻ സാധിച്ചതിൽ ഞാൻ ധന്യനായി എന്നൊക്കെ പറയുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് വസിഷ്ഠൻ പറയുകയാണ്, നന്നായി അറിഞ്ഞിരിക്കുന്നു നിന്നെ ഞാൻ, ഇന്നവനാകുന്നത് എന്നതും ഇന്നടോ. നീ ആരാണ് എന്ന്, അല്ലയോ രാമ, അങ്ങ് ആരാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ആരാണെന്നും നിന്റെ ദൗത്യം എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതൻ നാനാജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ഇക്കാലമത്ര ജനിച്ചത് നിശ്ചയം. ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയ രാവണനെ കൊന്ന് താപം കെടുപ്പാനും ഭക്തജനങ്ങൾക്ക് മുക്തി സിദ്ധിപ്പാനും ഇത്തം അവതരിച്ചിരുന്ന ശ്രീപദേ ദേവകാര്യാർത്ഥം അതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞിരു ഞാനിതം. അന്ന് ആരാണെന്ന് എനിക്കറിയാം. ദേവകാര്യാർത്ഥത്തിന് വേണ്ടി, ദേവന്മാരുടെ കാര്യം നടത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ദേവകാര്യാർത്ഥമായിട്ട് നാരായണനായ മഹാവിഷ്ണുവായിരിക്കുന്ന അങ്ങ് ശ്രീരാമനായിട്ട് അവതരിച്ചാണെന്ന് എനിക്കറിയാം. അങ്ങയുടെ കൂടെയുള്ള സീതാദേവി ആരാണെന്ന് എനിക്കറിയാം. എന്തിനാണ് അവതാരം എന്ന് എനിക്കറിയാം. ഈ കാര്യങ്ങളെല്ലാം തന്നെ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് മായാമനുഷ്യനായിട്ട് അല്ലയോ ശ്രീരാമ, അല്ലയോ മഹാവിഷ്ണു അങ്ങ് രാമനായിട്ട് അവതരിച്ചതാണെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. എന്നിട്ടും ശിഷ്യനല്ലോ ഭവാൻ ആചാര്യനേഷ ഞാൻ, ശിക്ഷിക്ക വേണം ജഗതിതാർത്ഥം പ്രഭു. എന്നിട്ടും
അങ്ങനെയുള്ള ആ മഹാവിഷ്ണുവിനെ എന്റെ ശിഷ്യനായിട്ട്, ഞാൻ ആചാര്യനായിട്ട് ഇവിടെ നിൽക്കാൻ വന്നൊരു ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ലോകത്തെ അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ശിഷ്യനും ഒരു മഹാവിഷ്ണു ആണെങ്കിൽ പോലും, നാരായണനാണെങ്കിൽ പോലും ആ രാമന്റെ ഗുരുവായിട്ട് നിൽക്കാനുള്ള യോഗ്യത എനിക്കുണ്ടായതും, അങ്ങ് ശിഷ്യനായിട്ട് ഇതെല്ലാം ചെയ്യുന്നതും, അങ്ങ് മഹാവിഷ്ണു ആണെങ്കിൽ പോലും അങ്ങ് എന്നെ നമസ്കരിച്ചതും പാദോദക തീർത്ഥം ധരിച്ചതും ഒക്കെ ഈ ലോകത്തെ ബോധ്യപ്പെടുത്താനാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. മർത്യപേക്ഷേണ ദശരഥപുത്രനാണ്, അങ്ങ് മനുഷ്യരൂപം ധരിച്ചുകൊണ്ട് ദശരഥന്റെ പുത്രനായിട്ട് ഈ ഭൂമിയിൽ ജനിക്കുമെന്ന് മുന്നേ ധരിച്ചിരിക്കുന്നു. ഞാൻ ആദ്യമേ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നോട് ദാതാവ് താൻ അരുൾ ചെയ്തിട്ടുണ്ട്. ബ്രഹ്മദേവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ മനുഷ്യനായിട്ട് ഭൂമിയിൽ ദശരഥന്റെ മകനായിട്ട് രാമനായിട്ട് മഹാവിഷ്ണു അവതരിക്കുമെന്ന് ദാതാവ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിന് മുന്നേ പുരോഹിതനായിരുന്നു. ഇത് മനസ്സിലാക്കിയിട്ടാണ്, ഇത് അറിഞ്ഞിട്ടാണ് മുൻപ് തന്നെ, കാലങ്ങൾക്ക് മുന്നേ തന്നെ സൂര്യകുലത്തിന്റെ പുരോഹിതനായിട്ട് ഞാൻ വന്നത് പോലും എനിക്ക് അങ്ങയെ കാണുവാൻ വേണ്ടിയാണ്, അങ്ങയെ സേവിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് അറിഞ്ഞുകൊണ്ടാണ് നൂന്നും പുരോഹിത കർമ്മം അനുഷ്ഠിച്ചത്, അതിനു വേണ്ടിയിട്ടാണ്. എന്നിട്ട് പറയുന്നൊരു വാക്ക് ശ്രദ്ധിക്കണം. നിന്ദ്യമായുള്ളത് ചെയ്താൽ ഒടുക്കത്ത് നന്നായി വരികിൽ അതും പിഴയല്ലല്ലോ. നിന്ദ്യമായിട്ടൊരു കാര്യം നമ്മൾ ചെയ്തു എന്ന് കരുതുക, പക്ഷേ അതിന്റെ അവസാനം നല്ലതിന് വേണ്ടിയാണെങ്കിൽ അത് തെറ്റല്ല എന്നാണ് പറയുന്നത്. നിന്ദ്യമായിട്ടുള്ള കാര്യം നമുക്ക് ഈ സമയത്ത് ഇപ്പൊ ചെയ്യുന്ന സമയത്ത് നല്ലതല്ലാത്തൊരു കാര്യമാണെങ്കിൽ, എന്നാൽ അത് ഭാവിയിൽ നല്ലതിന് വേണ്ടിയാണെങ്കിൽ പോലും അതിന് തെറ്റില്ല എന്നാണ് നമ്മുടെ വസിഷ്ഠൻ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ മുമ്പ് തന്നെ സൂര്യകുലത്തിന്റെ പുരോഹിതനായിട്ട് വന്നതിന്റെ ലക്ഷ്യം എനിക്ക് അങ്ങയെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ സൂര്യകുലത്തിന്റെ പുരോഹിതനായിട്ട് വരാനുള്ള കാരണം പോലും, ആ ചെയ്ത കാര്യം പോലും ഇവിടെ അങ്ങയെ സേവിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് പറയുന്നിടത്താണ് പറയുന്നത്, നിന്ദ്യമായുള്ളത് ചെയ്താൽ ഒടുക്കത്ത് നന്നായി വരികിൽ അതും പിഴയല്ലല്ലോ. എന്നിട്ട് പറയുന്നു, ഇന്ന് സഫലമായി വന്നു മനോരഥം, എന്റെ ആഗ്രഹങ്ങളൊക്കെ ഇന്ന് സഫലമായി വന്നു. എന്നിട്ട് പറയാണ്, വന്ന കാര്യം പറയുകയാണ്, ഞാൻ വന്നത് അഭിഷേകമുണ്ട് അങ്ങേക്ക് അടുത്ത നാൾ, തൊട്ടടുത്ത ദിവസം ഉണ്ട് അഭിഷേകം അടുത്ത നാൾ എന്നത് കണ്ടു ചൊല്ലുവാൻ ആ ഉടറി വന്നേനഹം. വൈദേഹിയോട് ഉപവാസം ചെയ്ത് വെറും നിലത്ത് കിടന്ന് ബ്രഹ്മചര്യത്തോടു കൂടിയിട്ട് ഇരിക്കുക. നാളെ കാലത്ത് അങ്ങേ യുവരാജാവായിട്ട് അഭിഷിക്തനാക്കാൻ പോവുകയാണ്. അതിന് പാലിക്കേണ്ടതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ ഗുരു എന്ന നിലയ്ക്ക് പറയാൻ വേണ്ടി മാത്രമാണ് വന്നത്. അതുകൊണ്ട് അതെല്ലാം അങ്ങ് പാലിക്കുക. ഞാൻ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കട്ടെ. രാവിലെ അങ്ങ് അങ്ങോട്ട് എത്തിച്ചേർന്നാലും, കൊട്ടാര സഭയിലേക്ക് എത്തിച്ചേർന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് വസിഷ്ഠൻ തിരികെ പോവുകയാണ്. ആ സമയത്ത് ശ്രീരാമൻ തന്റെ സമീപത്തുണ്ടായിരുന്ന ലക്ഷ്മണനോട് ചിരിച്ചുകൊണ്ട് രഹസ്യമായിട്ട് പറയുകയാണ്, താതൻ എനിക്ക് അഭിഷേകം ഇളമയായി മോദന ചെയ്യും അടുത്ത നാൾ നിർണയം. തൊട്ടടുത്ത ദിവസം നാളെ അച്ഛൻ എനിക്ക് യുവരാജാവായിട്ട് എന്നെ അഭിഷേകം ചെയ്യുകയാണ്. തത്ര നിമിത്ര മാത്രം ഞാൻ അതിന് നിമിത്തം മാത്രമാണ് ലക്ഷ്മണ. അതിന്റെ ഒരു കർത്താവ് നീ, അതിന്റെ കർത്താവ് നീയാണ്, രാജ്യഭോക്താവ് നീയാണ്, അതിന്റെ ഭോക്താവും കർത്താവും ഒക്കെ അല്ലയോ ലക്ഷ്മണ, അങ്ങ് തന്നെയാണ്, ലക്ഷ്മണൻ തന്നെയാണ്. എന്നിട്ട് പറയാണ്, വത്സ മമത്വം ബഹിർപ്രാണനാകയാൽ ഉത്സവത്തിന് കോപ്പിട്ട് കൊള്ളുക. നീ എന്റെ ബഹിർപ്രാണനാണെന്നുകൊണ്ട് എന്റെ പുറമേയുള്ള പ്രാണൻ തന്നെയാണ് നീ എന്നിൽ നിന്ന് വേറിട്ടൊരാളല്ല. അതുകൊണ്ട് ഇത് നിനക്കും കൂടി അവകാശപ്പെട്ടതാണ്. നീ അതുകൊണ്ട് ഈ ഉത്സവത്തിന്, ഈ ഒരു മേളത്തിന്, ഈ ഒരു സന്തോഷ അവസരത്തിന് സ്വീകരിക്കാൻ നീയും തയ്യാറാവൂ എന്ന് പറയുകയാണ്. ആ സമയം വസിഷ്ഠ മുനി രാമന്റെ സമീപത്ത് നിന്ന് നേരെ ദശരഥന്റെ സമീപത്തേക്ക് എത്തിച്ചേർന്ന് ചെയ്ത ഒരുക്കങ്ങളെ കുറിച്ചൊക്കെ വർണ്ണിക്കുകയാണ്. ശ്രീരാമനെ കണ്ടതും ശ്രീരാമനോട് കാര്യങ്ങളെല്ലാം അറിയിച്ചതും, സുമന്ത്രരുടെ നിയോഗമനുസരിച്ച്, സുമന്ത്രരോട് പറഞ്ഞനുസരിച്ച് എല്ലാ കാര്യങ്ങൾക്കും വ്യവസ്ഥ പൂർത്തീകരിച്ച കാര്യങ്ങളെല്ലാം അവിടെ അറിയിക്കുന്നു. ഇതെല്ലാം കേട്ട ഒരു വ്യക്തി സുമിത്രാദേവിയും കൗസല്യാദേവിയും ഇരിക്കുന്ന സമീപത്തേക്ക് ചെന്നിട്ട് ആ വൃത്താന്തത്തെ അറിയിക്കുകയാണ്. നാളെ ശ്രീരാമചന്ദ്രന് അഭിഷേകം നടത്താൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ട മാത്രമേ സന്തോഷത്തോടു കൂടി അവർ ഒരു മാല അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. കൗസല്യാദേവി തന്റെ മകന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഭഗവതിയോട് പ്രാർത്ഥിക്കുകയാണ്. നാഥേ മഹാദേവി നീയെ തുണയെന്ന് ചേതസി ഭക്യ വണങ്ങി വാണിയിടിനാൾ. ഭഗവതി എന്റെ മകനെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൗസല്യ മാതാവ് പ്രാർത്ഥിക്കുന്ന ഭാഗത്തോടു കൂടിയിട്ടാണ് ഇന്നത്തെ പാഠഭാഗം സമ്പൂർണ്ണമാകുന്നത്. ഈ ഒരു പാഠഭാഗത്തിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, ഈ ഒരു പാഠഭാഗം കൃത്യമായിട്ടും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ രാമസങ്കല്പവും രാമായണത്തെ സങ്കല്പവും ശ്രീരാമന്റെ അവതാര ഉദ്ദേശവും ഒക്കെ കൃത്യമായിട്ട് മുൻകൂട്ടി തന്നെ ഇവിടെ നാരദർക്കും വസിഷ്ഠനും ഒക്കെ അറിയാമായിരുന്നു എന്ന് സുവ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
നാരദ രാഘവ സംവാദത്തിൽ നാരദർ പറയുന്നു, അങ്ങ് എന്തിനാണ് വന്നത് എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോ അങ്ങ് രാവണനെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ വൈകുന്നത് എന്ന് ചോദിക്കുന്നു. അവിടെ ശ്രീരാമൻ പറയുന്നത്, നാളെ ഞാൻ തീർച്ചയായിട്ടും വനത്തിന് പോകും, ഈ രാവണ വംശത്തെ മുഴുവൻ ഞാൻ വധിക്കും, അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമെന്ന് പറയും. ഇതേ ദിവസം രാമനെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വസിഷ്ഠൻ വരുന്നത്. നോക്കുക, 2 മഹാഗുരുക്കന്മാർ. നാരദർ പറയുന്നു, രാവണനെ വധിക്കാൻ അങ്ങ് എത്രയും പെട്ടെന്ന് തയ്യാറെടുക്കണം. വസിഷ്ഠൻ പറയുന്നു, അല്ലയോ രാമ, നാളെ അങ്ങേക്ക് പട്ടാഭിഷേകം നടത്താൻ വേണ്ടിയിട്ട് രാജാവ് പറഞ്ഞിട്ടുണ്ട്, അങ്ങേ യുവരാജാവായിട്ട് വഴിക്കാൻ വേണ്ടി പോകുന്നു. എന്നാൽ ഈ 2 പേരും വന്ന് 2 ഉദ്ദേശത്തിനാണെങ്കിലും, പ്രത്യക്ഷത്തിൽ 2 ഉദ്ദേശത്തിനാണെങ്കിലും, നമുക്കിതിൽ അവരോട് തമ്മിലുള്ള സംവാദം കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. ഇവിടെ നാരദനും പറയുന്നു, വസിഷ്ഠനും പറയുന്നു, അങ്ങ് ആരാണ് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നാരദന് പറയുന്നു, അങ്ങ് ആരാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം, അങ്ങയുടെ അവതാര ഉദ്ദേശം എന്താണെന്ന് അറിയാം, ഈ ലോകത്ത് ഏതൊന്ന് പുല്ലിംഗവാചകങ്ങൾ അതൊക്കെ രാമനാണ് എന്നും ഏതൊന്ന് ശ്രീലങ്ക വാചകമാണ് അതൊക്കെ സീതാദേവിയാണെന്നും എനിക്കറിയാം എന്ന് പറയുക. വസിഷ്ഠൻ പറയുന്നതാവട്ടെ, അങ്ങ് ആരാണ് എന്ന് നിന്നെ ആരാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ബ്രഹ്മദേവൻ മുൻപേ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ത്രേതായുഗത്തിൽ രാമനായിട്ട് മഹാവിഷ്ണു അവതരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സൂര്യകുലത്തിൽ. ഇത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ, കാലങ്ങൾക്ക് മുമ്പേ തന്നെ, സൂര്യകുലത്തിന്റെ പുരോഹിതനായിട്ട് ഞാൻ ഇവിടെ കഴിഞ്ഞുകൂടുന്നത് അങ്ങേ സേവിക്കാൻ വേണ്ടിയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ഗുരുക്കന്മാർ, വസിഷ്ഠനാവട്ടെ നാരദരാവട്ടെ, ഗുരുക്കന്മാർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അവതാരങ്ങൾ എന്നെല്ലാം കൃത്യമായിട്ട് അവർക്കറിയാം. പക്ഷേ ആ സാഹചര്യം വരുന്ന സമയത്ത് മാത്രമാണ് അവർ അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ട് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ രാമന്റെ അവതാര ഉദ്ദേശം എന്താണ് എന്നും രാവണ വധത്തിന് വേണ്ടിയിട്ടുള്ള സാഹചര്യത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടതെന്നെല്ലാം തന്നെ കൃത്യമായിട്ട് അറിയുന്നവരാണ് ആ മഹാഗുരുക്കന്മാർ. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാമൻ അവരുടെ കൂടെ നിൽക്കുന്നത് എന്നും കൃത്യമായിട്ട് നമുക്ക് ഈ രാമായണത്തിലൂടെ ഈ പാഠ്യഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്രകാരം ചിന്തിക്കുമ്പോൾ നമ്മുടെ എല്ലാം നിത്യ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാൽ, അത് ദുഃഖമാവട്ടെ സന്തോഷമാവട്ടെ, സംഭവിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ ഉള്ളിൽ ഗുരുവിന്റെ ഇടപെടൽ ഉണ്ട് എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി ഗുരുവിനെ പൂർണ്ണമായി സങ്കല്പിച്ച് വിശ്വസിച്ചുകൊണ്ട് ആ ഗുരുവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഗുരു നമ്മളെ കൃത്യമായിട്ട് എത്തേണ്ട ഇടത്ത് തന്നെയായിരിക്കും എത്തിക്കുക എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പക്ഷെ അതിനു മുമ്പ് ഒരുപക്ഷെ പലപ്പോഴായിട്ട് ഈ പറയുന്ന പോലെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രയാസങ്ങളൊക്കെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ തിരിച്ചറിവ് ഇല്ലാതിരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തകർന്നു പോകുന്നത്. അപ്രകാരം തകർന്നു പോകാതിരിക്കാൻ കൃത്യമായിട്ട് ഗുരുക്കന്മാരുടെ ഇടപെടൽ എങ്ങനെയാണ് എന്നുള്ളത് വരും ദിവസങ്ങളിലെ പാഠഭാഗം കൂടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും. അത്തരത്തിൽ ജീവിതത്തിലെ വലിയൊരു സന്ദേശം ഉൾക്കൊള്ളുവാനുള്ള ഒരു കാര്യം കൂടിയായിട്ട് ഈ രാമായണം മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാഠ്യഭാഗം ഗുരുപരമ്പരയുടെ പതകമരങ്ങളിൽ സമർപ്പിക്കട്ടെ. ജയ് സീതാറാം. മംഗളം കൗസലേന്ദ്രായ മഹനീയ ഗുണാത്മനേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. ഓം ശ്രീ ഹനുമത്സേവിത സീതാരാമചന്ദ്ര ഭഗവാൻ കീ ജയ.